പ്രധാനമന്ത്രി സ്ഥലത്തില്ലാത്ത സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നടന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രധാനമന്ത്രി ദ്വിദിന സന്ദർശനം സൗദിയിലെ വെട്ടിച്ചുരുക്കി ഇപ്പോൾ തിരികെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത കൂടിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെട്ട് അമിത്ഷായോട് ഇന്ന് തന്നെ കശ്മീരിൽ പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിന്നേ മതിയാവൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗൾഫ് സന്ദർശനം അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് തന്നെ തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കശ്മീരിലേക്ക് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ. നാളെ ഇന്ത്യയിലേക്ക് എത്തും, അതിനുശേഷം കശ്മീരിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദ്വിദിന സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താനുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണം തന്നെ വളരെ കരുത്തുറ്റു തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു, പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലുള്ളവരെ നീതിയുടെ മുന്നിൽ കൊണ്ടുവരും, അവരെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. അവരുടെ അജണ്ട ഒരിക്കലും വിജയിക്കില്ല. ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയം അത് അചഞ്ചലമാണ്, അത് കൂടുതൽ ശക്തമാകുമെന്ന് കൂടിയാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത്. അതിന്റെ അർത്ഥം കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. ശക്തമായ ഒരു തിരിച്ചടി ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. അതിന്റെ തുടക്കം തന്നെയാണ് ഇന്ന് അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തിയിരിക്കുന്നത്. ദ്വിദിന സന്ദർശനം അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നാളെ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങളനുസരിച്ച്. അജിത് ഡോവൽ അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ വിദേശത്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വിനോദസഞ്ചാരികളെ അടക്കം ഇത്തരത്തിൽ നിരായുധരായ ആളുകളെ അവരുടെ ജാതി മതം ഒക്കെ ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൊലപ്പെടുന്ന രീതിയിലേക്ക് വളരെ ഹീനമായൊരു കൃത്യത്തിലേക്ക് പോയ ആ ഭീകരർക്കുള്ള കൃത്യമായ തിരിച്ചടി അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി തിരിച്ച് ഇന്ത്യയിലേക്ക് ഇന്ന് തന്നെ പുറപ്പെടുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ജോയിസ് പങ്കുവയ്ക്കുന്നത്.